കേരളത്ത് കുറേ BJP സപ്പോർട്ടേഴ്സ് ഉണ്ട്. പക്ഷേ BJPന്റെ ഈ ഒരു അതായത് BJPനെ എല്ലാവരും അത്രക്കും ബാഷ് ചെയ്താണ്ടാണ് കേരളത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് വോക്കലാവാൻ പറ്റുന്നില്ല, പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഇത് മനസ്സിലാക്കുന്നപ്പോൾ ഒന്ന് സുരേഷ് ഗോപിന്റെ ഈ ഒരു വിജയം എന്നുള്ളത്, രണ്ട് എന്നുള്ളത് ഈ സുരേഷ് ഗോപിന്റെ വിജയത്തിനൊക്കെ ഈ ഓരോ മീംസിന്റെ ഇതിലൊക്കെ കമന്റ്സിലൊക്കെ കൺഗ്രാറ്റുലേഷൻ ടു സുരേഷ് ഗോപി അല്ലെങ്കിൽ ജയ് ശ്രീറാം എന്ന് പറഞ്ഞാണ്ട് ഒരു റെഡ് ഫ്ലാഗിന്റെ ഒരു കമന്റ് ഒക്കെ ഇടുമ്പോൾ സംഭവം അതൊരു ഹിന്ദു മിത്തോളജിന്റെ ചാൻഡ് ആണ്, ഓക്കെ. പക്ഷെ ഇവരുടെ പ്രൊഫൈലും ഇതിലൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഇവര് ഏതൊരു ഉദ്ദേശത്തോടെയാണ് ഈ ഒരു ജയ് ശ്രീറാം എന്നും ഈ ഒരു റെഡ് ഫ്ലാഗും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യുന്നത്. അല്ലാഹു അക്ബർ ടെററിസ്റ്റ് ആയിട്ട് അതെ, ഒരു പ്ലെയിൻ്റെ ഉള്ളൊന്നും അച്ചത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാല് ഒരിക്കലും അതൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേപോലെയാണ് ഹേ ഗായ്സ്, ചിരിക്കാനും ചിന്തിപ്പിക്കാനുമുള്ള രണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പോഡ്കാസ്റ്റിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പൊളിറ്റിക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൊളിറ്റിക്സിൽ വലിയ അറിവില്ല. സോ ഞങ്ങൾ ഡിസ്ക്ലെയിമർ, ഇത്രയും നല്ലൊരു പൊളിറ്റിക്കൽ അനാലിസിസ് ഇത്രയും ഓണസ്റ്റ് ആയിട്ട് ആര് ചെയ്യും? അതെ, പക്ഷെ അപ്പൊ ഞങ്ങൾ ഈ ഒരു കോമഡി ലെഷർ പോഡ്കാസ്റ്റിൽ പറയുന്നത് ഞങ്ങൾ കുറച്ച് ഇൻസൈറ്റ്സ് ആണ്. അതിൽ ഒരു കാര്യം മാത്രമേ ഞങ്ങൾ സംസാരിക്കണുള്ളൂ, കാരണം ആ ടോപ്പിക്കിൽ മാത്രമാണ് ഞാൻ ഒരുപാട് ഔട്ട്റീച്ച് എനിക്ക് കിട്ടിയത്. ഒന്നല്ല ആകെയുള്ള ടോപ്പിക് വെച്ചാൽ സുരേഷ് ഗോപി തൃശ്ശൂരില് BJP പാർട്ടിക്ക് വേണ്ടി പ്രതിനിധീകരിച്ച് എലക്ഷൻ ജയിച്ചു. അപ്പം ഒന്നെന്നുള്ളത് ഈ സുരേഷ് ഗോപി ഒരു കഴിഞ്ഞ ഇലക്ഷൻ മുതൽ തന്നെ ആൾക്കാർ മറ്റേ ഈ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക, ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞ് സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെ മീം കൾച്ചറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഭയങ്കര ഒരു, അതായത് മീം വേൾഡില് സുരേഷ് ഗോപി എന്ന പൊളിറ്റീഷ്യൻ സുരേഷ് ഗോപി എന്ന ആക്ടറിനെക്കാട്ടിലും റെലവൻറ്റും ഫേമസും ആണ്. അതെ, സുര എന്നുള്ള രീതിയിലാണ് സുരേഷ് ഗോപി അറിയപ്പെടുന്നത് തന്നെ. അപ്പം ഈ എലക്ഷൻ ജയിച്ച പാടന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഈ മീം കൾച്ചറും അതേപോലെ കുറെ മീംസ്, അതായത് സുര എന്നുള്ള ഈ ഒരു ക്യാരക്ടറിനെ ഇവര് പണ്ട് ഈ ദശമൂലം എന്നുള്ള ക്യാരക്ടറൊക്കെ ഈ ട്രോളന്മാരങ്ങോട്ട് ആഘോഷിച്ച പോലെ സുര എന്നുള്ള ഈ ഒരു ക്യാരക്ടർ ആഘോഷിച്ചത് കൊണ്ട് കുറെ ന്യൂ ജനറേഷൻ പിള്ളേര് വോട്ട് ചെയ്ത് ജയിപ്പിച്ചതാവാം, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് ഇതിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ രസകരമായിട്ട് ന്യൂ ജനറേഷൻ ആൾക്കാരൊക്കെ ഇപ്പൊ ഈ മീംസ് ഒക്കെ എങ്ങനെ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അവരൊക്കെ വിചാരിച്ചപ്പോ ഇങ്ങനൊക്കെ എലക്ഷൻ ഒക്കെ ജയിക്കാൻ മാത്രം ഇല്ല, ഇവര് രസകരമായിട്ട് കമന്റ് ഇട്ടതാണ്. പക്ഷെ തീർച്ചയായിട്ടും മേ ബി ഒരു 18 വയസ്സായവർ ഒക്കെ പറഞ്ഞാല് ഇപ്പോഴും ചെറിയ പിള്ളേരല്ലേ. അപ്പം അവര് ചിലപ്പോ അവരാണെങ്കിൽ ഞാൻ കണ്ടെടുത്തോളം അവർ ഈ മീംസും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കൺസ്യൂം ചെയ്യുന്ന പോലെയാണ്. ഞങ്ങളും കൺസ്യൂം ചെയ്തിരുന്നു ആ ഒരു പ്രായത്തിൽ. പ്രായം കുറഞ്ഞ പിള്ളേർ അപ്പൊ ചിലപ്പം മേ ബി യെസ്. പിന്നെ ഞാൻ അതില് മനസ്സിലാക്കിയൊരു കാര്യം എന്താന്ന് വെച്ചാല് എനിക്ക് നമ്മൾ കുറേ കാലം പറഞ്ഞിരുന്നല്ലോ, അതായത് കേരളത്തിൽ ഒരിക്കലും BJP വരൂല, കേരളത്തിൽ എന്ത് വന്നാലും BJPക്ക് ഒരു സീറ്റ് കിട്ടൂല എന്നൊക്കെ. ചില ആൾക്കാർ പറഞ്ഞു സുരേഷ് ഗോപി എന്ന വ്യക്തിക്കാണ് ആ വോട്ടൊക്കെ ലഭിച്ചത്. ആസ് എ പേഴ്സൺ മൂപ്പരുടെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ നല്ലതാണ്, ഹി കുഡ് ബി എ ഗ്രേറ്റ് ലീഡർ എന്നുള്ള രീതിയിലാണ് ആൾക്കാര്. നിങ്ങൾക്കും ആകാൻ കോടീശ്വരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആസ് എ പേഴ്സൺ. അതെ, ഭയങ്കര സ്വീറ്റും കാര്യമൊക്കെ ആയിരുന്നു. പക്ഷേ ഈ BJP എന്ന പോലത്തെ ഒരു പാർട്ടിനെ പ്രതിനിധീകരിച്ച് നിന്നതുകൊണ്ടാണ് ആൾക്കാർക്കൊക്കെ ഇതിനോട് എതിർപ്പുണ്ടായതും കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഒരു അനലൈസിസിൽ തോന്നിയ സംഭവം ആണ്, അതായത് കേരളത്തിൽ കുറേ BJP സപ്പോർട്ടേഴ്സ് ഉണ്ട്. പക്ഷേ BJPൻ്റെ ഈ ഒരു, അതായത് BJPനെ എല്ലാവരും
അത്രക്കും ബാഷ് ചെയ്താണ്ടാണ് കേരളത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് വോക്കലാവാൻ പറ്റുന്നില്ല, പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഇത് മനസ്സിലാക്കുന്നപ്പോൾ ഒന്ന് സുരേഷ് ഗോപിന്റെ ഈ ഒരു വിജയം എന്നുള്ളത്, രണ്ട് എന്നുള്ളത് ഈ സുരേഷ് ഗോപിന്റെ വിജയത്തിനൊക്കെ ഈ ഓരോ മീംസിന്റെ ഇതിലൊക്കെ കമന്റ്സിലൊക്കെ കൺഗ്രാചുലേഷൻ ടു സുരേഷ് ഗോപി അല്ലെങ്കിൽ ജയ് ശ്രീറാം എന്ന് പറഞ്ഞാണ്ട് ഒരു റെഡ് ഫ്ലാഗിന്റെ ഒരു കമന്റ് ഒക്കെ ഇടുമ്പോൾ സംഭവം അതൊരു ഹിന്ദു മിത്തോളജിന്റെ ചാൻഡ് ആണ്, ഓക്കെ. പക്ഷെ ഇവരുടെ പ്രൊഫൈലും ഇതിലൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഇവര് ഏതൊരു ഉദ്ദേശത്തോടെയാണ് ഈ ഒരു ജയ് ശ്രീറാം എന്നും ഈ ഒരു റെഡ് ഫ്ലാഗും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്യുന്നത്. അല്ലാഹു അക്ബർ ടെററിസ്റ്റ് ആയിട്ട് അതെ, ഒരു പ്ലെയിൻ്റെ ഉള്ളിൽ അച്ചത്തിൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാല് ഒരിക്കലും അതൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആവുന്ന എനിക്ക് തോന്നുന്നില്ല. അതേപോലെയാണ് ഈ ഒരു സംഭവം. അപ്പം ഈ കമൻസ് ഇതൊരു മലയാളി മീം പേജിൽ വന്ന വീഡിയോ, ഇതിൻ്റെ വീഡിയോയിൽ വന്ന കമൻറ്റ്, ഈ ഒരു കമൻറ്റിന് തന്നെ 5000 6000 ചില കമൻറ്റിനൊക്കെ 13K ലൈക്സ് ഒക്കെയാണ് കമൻറ്റിന് വരുന്നത്. അപ്പോൾ ഈ കമൻറ്റിന് ലൈക്ക് ചെയ്യണവരെന്താ ഇത് ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി ഇത് റൂട്ട് ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള രീതിയിൽ. അപ്പം എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ കുറേ BJP സപ്പോർട്ടേഴ്സ് ഉണ്ട്. അവർക്ക് ഈ ഒരു കുറേ ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടി, ഒരു സീറ്റുള്ള 2 സീറ്റും 2 സീറ്റുള്ള 4 സീറ്റൊക്കെ ആകുമ്പോൾ ഇവരുടെ ആ ഒരു സ്ട്രെങ്ത്തും ഇങ്ങനെ മെല്ലെ 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 ഇങ്ങനെ കൂടി വരും. സൈലന്റ്. അതെ, അപ്പം അതെ ശരിയാണ്, വ്യക്തി എന്നുള്ളത് നോക്കിയിട്ടായിരിക്കാം ചിലപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തതും സുരേഷ് ഗോപി ജയിച്ചതൊക്കെ. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അങ്ങേര് റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടിൻ്റെ ഐഡിയോളജീസ്, പാർട്ടിൻ്റെ പ്രൊപ്പഗണ്ട, വാട്ട് ദേ ആർ റൂട്ടിങ് ഫോർ എന്നുള്ള സംഭവങ്ങളൊക്കെയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ടടാ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റേ LDFോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒക്കെ ആണെന്ന് വിചാരിച്ചോ, പക്ഷെ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിക്കുന്ന ആള് ഇവര് സംഭവം LDFോ UDF അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, പക്ഷെ അവർ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ സുരേഷ് ഗോപി അത്രയും ഒരു സ്ട്രോങ്ങർ കാൻഡിഡേറ്റ് ആയിരിക്കും ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഒരു BJP ഒക്കെ പോലത്തെ പാർട്ടിയിൽ ഒരാൾ വന്നിട്ട് ഇവർ കുറേ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചു. അപ്പം ശരിയാണ്, ഈ ഐഡിയോളജി ഒക്കെ ആയിട്ട് ഇവർ എഗ്രി ചെയ്യുന്നില്ല. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ നമ്മളുടെ എവറി ഡേ ലൈഫിൽ നമ്മളെ സഹായിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഈ കാൻഡിഡേറ്റിന്റെ പാർട്ടിയാണ്, അല്ലാതെ ഈ UDF LDF ഒന്നും അല്ല. അപ്പൊ അതുകൊണ്ടും ജയിച്ചൂടെ? അപ്പൊ അവര് മറ്റേ ലോജിക്കാ യൂസ് ചെയ്യുന്നത്, അതായത് ഈ വ്യക്തിക്കാണ് ഞാൻ വോട്ട് ചെയ്തത്, പാർട്ടിക്കല്ല. പിന്നെ ഓൺ ദി അതർ ഹാൻഡ് എനിക്ക് സുരേഷ് ഗോപിന്റെ എതിരെ മത്സരിച്ച 2 സ്ഥാനാർത്ഥികൾ ആരാന്നും കൂടി അറിയില്ല. എന്നിട്ടാണോ നീ ക്യാമറ ഓണാക്കി സംസാരിക്കുന്നത്? അല്ല, കാരണം എനിക്ക് തോന്നുന്നില്ല അവർ അത്ര പോപ്പുലർ കാൻഡിഡേറ്റ്സ് ആയിരുന്നു. ഞാൻ എവിടെയും പേരിട്ട് ഒരു ഏറെക്കുറെ ഒരു ഫേമസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിന്റെ പേരും ഇതൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ മുഴങ്ങിയൊക്കെ കേട്ടിട്ടുണ്ട്. ചിലപ്പോ ഫേമസ് ആയിരിക്കും. ഞാനതാണ് ഈ പൊളിറ്റിക്സും കാര്യങ്ങളൊന്നും സംസാരിക്കാത്ത. ഓക്കെ, ഞാൻ പൊളിറ്റിക്സ് അല്ല, ഞാൻ ഈ ഒരു സുര മീംസ്, ആ ഒരു മീം കൾച്ചർ, പിന്നെ അതേപോലെ ഈ കമന്റ്സിന് വന്ന ലൈക്സ്, ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന BJP സപ്പോർട്ടേഴ്സ്, ഇങ്ങനെയുള്ള സംഭവത്തിനെ കുറിച്ചൊക്കെ ഞാൻ സംസാരിക്കാൻ വന്നത്. അത് മാത്രമല്ല, ഈ ഒരു എലക്ഷനിൽ, അതായത് ഇന്ത്യ ഒട്ടാകെ നടന്ന ഈ എലക്ഷനിൽ ഒരുപാട് ഫിലിം സ്റ്റാർസ് ഈ ഇലക്ഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ നിന്നാണെങ്കിൽ സുരേഷ് ഗോപി, പിന്നെ ചിരഞ്ജീവി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടർ ഇതേപോലെ ഇലക്ഷനിൽ നിന്നാണ്ട് ജയിച്ചു. പിന്നെ അതേപോലെ കൃഷ്ണകുമാർ ആരാ? മല്ലു കർഡാഷ്യൻസിന്റെ പിന്നെ വേറൊരു ആക്ടർ ഉണ്ടായിരുന്നു ഇതേപോലെ, സൗത്ത് ഇന്ത്യൻ ആക്ടർ തന്നെ തോന്നുന്നു. ഇങ്ങേരും ഭയങ്കര ഭൂരിപക്ഷത്തോടൊക്കെ ജയിച്ചെന്നൊക്കെയാണ് കേട്ടത്. അതേപോലെ വിജയ് സിനിമയില് നിർത്തിയിട്ട് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാന്നൊക്കെ കേട്ടിരുന്നല്ലോ. അതപ്പം വിജയ് ഒന്നും മത്സരിച്ചില്ല? അല്ല, വിജയ് പറഞ്ഞത് വിജയിന്റെ അവസാനത്തെ ഒരു സിനിമന്റെ ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ദളപതി 67. അത് കഴിഞ്ഞിട്ട് ഇവർ റിട്ടയർ ചെയ്തിട്ട് പുതിയതായിട്ടൊരു പാർട്ടി ഇവർ രൂപീകരിച്ചിട്ട് ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്ന പറഞ്ഞു. ദളപതി 67 അപ്പൊ അറിയില്ല, പക്ഷെ എനിക്ക് ആ ന്യൂസ് കണ്ടപ്പോ ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ ഭയങ്കര ഒരു വിജയ് ഫാൻ. നീ വിജയ് ഫാനാ? വൈ? എന്റർടൈനിങ്, ആ ഒരു സ്ക്രീൻ പ്രസൻസ് സംഭവം ഞാൻ പറഞ്ഞുതരാം.
തമിഴില് നല്ലോണം അഭിനയിക്കണ ഒരു ആക്ടർ ആരാന്ന് വെച്ചാല് സൂര്യ അല്ലെങ്കിൽ വിക്രം. ഈ രണ്ടു പേരും അറിയാം. കമൽഹാസൻ. ഓക്കെ, ഞാൻ ആ ഒരു ഇതിലോട്ട് അത്ര പോയിട്ടില്ല. ഇനിയിപ്പം ഭയങ്കര സ്റ്റൈലും ഇതൊക്കെ ഉള്ള ഒരു സ്റ്റാർ ആരോ വെച്ചാൽ ഇപ്പൊ നമുക്ക് രജനീകാന്ത് എന്ന് വേണേ പറയാം. പണ്ടത്തെ ഒരു കാര്യമൊക്കെ സ്റ്റൈലൊന്നും ഉദ്ദേശിച്ച ഔട്ട്ഫിറ്റ് അല്ല, ആ ഒരു മാനറിസും കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ നല്ല ബോഡി കാര്യമൊക്കെ ഉള്ളത് നോക്കുകയാണെങ്കിൽ ചിലപ്പം വിശാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ ഉണ്ട്, അല്ലെങ്കിൽ ആര്യ എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടർ ഉണ്ട്. ഇവരൊക്കെ അത്യാവശ്യം നല്ല ബോഡിയും കാര്യമൊക്കെ ഉള്ള ആക്ടേഴ്സ് ആണ്. അപ്പൊ വിജയ് അങ്ങനെ ഒന്നിലും ബെസ്റ്റ് ഒന്നല്ല, പക്ഷെ എന്നാലും ഇങ്ങേരുടെ മൂവി കാണാനൊരു ഓളാണ്, ഒരു ഓറ. അതെ ആ ഒരു സംഭവം. അതായത് ഒന്നെന്നുള്ളത് ചിലപ്പം മൂപ്പര് ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം. ലൈക്ക് മൂപ്പര് ഭയങ്കര സിമ്പിൾ ആൻഡ് ഹമ്പിളാണ്, വളരെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട രീതിയിലാണ്. അതായത് ഒരു ഇലക്ഷന്റെ ടൈമിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്രോൾ പ്രൈസിന്റെ ഹൈക്കിന്റെ എതിരെ സൈക്കിൾ ഔട്ടി പോയി, അങ്ങനെയൊക്കെ കുറെ അതൊക്കെ കണ്ടിരുന്നു. പക്ഷെ അത് മാത്രല്ല, അതായത് എനിക്കറിയാം മൂപ്പര സിനിമ ഭയങ്കര സെൻസ്ലെസ് ആണെന്ന് എനിക്കറിയാം. ഞാൻ ഒരിക്കലും മൂപ്പരെ ഡിഫെൻഡ് ചെയ്ത് ഞാൻ സംസാരിക്കൊന്നുമില്ല. ഒരാൾ വന്നിട്ട് പക്ഷെ എനിക്കിഷ്ടം. അതായത് വിജയിന്റെ സിനിമ എന്ത് പൊട്ട സിനിമയാണ്, ഒരാൾ 100 ആൾക്കാരെ അടിക്കുക എന്നൊക്കെ പറഞ്ഞാല്. ഇപ്പൊ വിജയ്, രജനീകാന്ത് വരുതൊക്കെ അങ്ങനെയാ. പക്ഷെ രജനീകാന്തിന്റെ വരെ എനിക്ക് വലിയൊരു താല്പര്യമില്ല. പക്ഷെ വിജയിൻ്റെത് ഇങ്ങനെയൊക്കെ. പിന്നെ ഒന്നാമത് എന്താന്ന് വെച്ചാല് കുറെ ഇപ്പം അനിരുദ്ധിന്റെ ഒക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ വന്നതിന്റെ ശേഷം വിജയിന്റെ ഒക്കെ മൂവീസിലും മിക്ക മൂവീസിലും BGM ഒക്കെ അനിരുദ്ധ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു BGMൻ്റെത്, പിന്നെ ഇങ്ങേരുടെ ഒരു ആക്ഷനും പിന്നെ ഡാൻസ്. പക്ഷെ മൂപ്പര് ബെസ്റ്റ് ഡാൻസർ ഇൻ ടോളിവുഡ് അല്ല, ഒന്നിലും ബെസ്റ്റ് അല്ല, ബട്ട് ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ്. അതെ, മാസ്റ്റർ ഓഫ് നൺ. അതെ, അഭിനയൊക്കെ പറയുകയാണെങ്കിൽ ഉള്ള ആക്ടേഴ്സിൽ ഏറ്റവും ലോവസ്റ്റ് ചിലപ്പം വിജയിന്റെ അഭിനയം. കാരണം വിജയിന്റെ കരയണ സീനൊക്കെ കണ്ടാൽ ശരിക്കും ചിരി വരും, അങ്ങനത്തെ ഒക്കെ രീതിയിലാണ്. പക്ഷെ സിനിമ ഒന്നാലും കാണാൻ ഭയങ്കര രസമാണ്, ഭയങ്കര എന്റർടൈനിങ്. ഈ ആൾക്കാരെ അടിക്കണതും ഈ മാസും, പിന്നെ വിജയിന്റെ കോമഡി ആണെങ്കിലും കുറെയൊക്കെ നല്ല രസമുള്ള രീതിയിലാണ് കോമഡിയും കാര്യങ്ങളൊക്കെ. ഞാൻ ആദ്യമായിട്ട് തമിഴിലും സിനിമകൾ ഉണ്ട് എന്ന് അറിയുന്നേ ഞാന് വിജയിന്റെ സിനിമ എന്താ പറയാ മെർസ്. അപ്പോഴാണ് ഞാൻ തമിഴിലും സിനിമകൾ ഇറങ്ങുന്നുണ്ട് അറിയണേ. മെർസല്ല മറ്റേ അത് കത്തി. അതെ, എക്സാക്ട്. കത്തി 2016-15 റിലീസ് ആവുന്നത്. 15 ഒന്നല്ല, അതിലും ബാക്കിലോ. അപ്പൊ അതിന്റെ മുന്നേ തമിഴ് സിനിമ ഉണ്ട് തന്നെ. തമിഴില് സിനിമകൾ ഉണ്ട് എന്ന് എനിക്കറിയില്ല. എനിക്ക് ഹിന്ദി അറിയാം, മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, പക്ഷെ തമിഴില് സിനിമ ഞാൻ തമിഴ് സിനിമ കാണാൻ തുടങ്ങിയത് എന്റെ കാക്കാരനാണ്. കാക്ക അതേപോലെ സൂര്യന്റെയും. ഞാൻ ആദ്യമായിട്ട് മറ്റേ ഇതിന്റെ മ്യൂസിക് വീഡിയോ അതെ. പിന്നെ സൂര്യന്റെ അതേപോലെ വാർണമായിരം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഉണ്ട്, അതും ഇതേപോലെ ഞാൻ കാക്കന്റെ കൂടെ ഇരുന്ന് കാണുന്നത്. ഓഹ്, എമ്മ അടിപൊളി സിനിമ അറിയാം. അതായത് ഒരു ക്യാരക്ടറിന്റെ ഫുൾ ലൈഫ്, അതായത് ലൈഫ് തുടങ്ങണത് മുതൽ ലൈഫ് അവസാനം വരെ ഒരു സ്റ്റോറി കൊള്ളാം, അതും അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു സംഭവം എന്നോട് ചോദിക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഹൂ ഡു യു തിങ്ക് ഈസ് ദി ഫസ്റ്റ് പാൻ ഇന്ത്യൻ ആക്ടർ ഇൻ ഇന്ത്യ? എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഇത് അക്യുറേറ്റ് ആണോ എന്ന് അറിയില്ല, പക്ഷെ ഇതൊരു ഡിസ്കഷനാ, ഇത് ഫാക്ട് ചെക്ക് അല്ല, ഇതൊരു ഡിസ്കഷൻ ആയിട്ട് കണ്ടാൽ മതി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, നീ ചെറുപ്പം മുതലേ സിനിമ കണ്ടുവരുന്ന, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു പാൻ ഇന്ത്യൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ആയിട്ടൊക്കെ ചെറിയ രീതിയിൽ അറിയപ്പെട്ട, അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ രീതിയിൽ സിനിമകൾ ചെയ്ത ഒരു ആക്ടർ ഒരു ഏർലിയസ്റ്റ് ആയിട്ട് ആരായിരിക്കും? അതെ, മനസ്സിലാരാ വരുന്നത് ഈ കണ്ടു വളർന്ന രീതി വെച്ചിട്ട്? മമ്മൂക്കനെ വരുന്നുണ്ട്, പക്ഷെ മമ്മൂക്ക ഹിന്ദിയിൽ എന്താ ചെയ്തത്? മമ്മൂട്ടിയൊക്കെ ഹിന്ദിയിൽ സിനിമ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഹിന്ദിയിൽ 1-2 സിനിമ, പിന്നെ തമിഴിലും ഇതേപോലെ കുറച്ച് സിനിമ, പക്ഷെ മലയാളമാണ് മെയിന്. പക്ഷെ പാൻ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സിനിമ ഇറക്കുമ്പോൾ എല്ലാ ലാംഗ്വേജിലും കാര്യത്തിലൊക്കെ ഇങ്ങനെ വരുന്നു, എല്ലാ ആൾക്കാർക്കും ഇയാളെ അറിയാം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലല്ലേ. ദുൽഖറൊക്കെ വളരെ റീസെന്റ് അല്ലേ. ഞാൻ ഒരു ദിവസം അതേപോലെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഇവരുടെ ഇതേപോലെ മലയാളത്തിൽ ഡബ്ഡ് മൂവിയാണ്, ആ മൂവിയിലെ പാട്ട് കേട്ടപ്പോഴാണ് ഞാൻ അതിങ്ങനെ ആലോചിച്ചത്. അല്ലു അർജുൻ. അതായത് ഞാനൊക്കെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡോ സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ ആവുമ്പോഴാണ് ഈ അല്ലു അർജുൻ്റെ സിനിമ
ഖാദർ ഹസൻ എന്നുള്ള ഒരാളെ പ്രൊഡക്ഷനിൽ മലയാളത്തിൽ ഡബ് വരുന്നത്. ഓ ശരിയാട്ടോ, അല്ലു അർജുനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലു അർജുൻ്റെയും ഞാൻ ഈ വിജയിന്റെ ഒക്കെ സിനിമനൊക്കെ മുന്നേ അറിഞ്ഞേ. പക്ഷെ അന്ന് ഞാൻ അത് മലയാളത്തിൽ വേറൊരു ജാണറാണെന്നൊക്കെ എന്തോ വിചാരിച്ചിരിക്കുന്നു. കാരണം എന്താ വെച്ചാല് ഈ മോസ്റ്റ് ഓഫ് ദ നോർത്ത് ഇന്ത്യൻസിന് അല്ലു അർജുനെ അറിയാം. കാരണം അല്ലു അർജുന്റെ സിനിമ ഖിലാഡിയോങ്ക അത് എന്നൊക്കെ പറഞ്ഞാണ്ട് ഡബ് ചെയ്തിട്ട് ഹിന്ദിയിൽ വരും. അതേപോലെ മലയാളത്തില് മല്ലു ഫാൻസ് ഭയങ്കര അല്ലു അർജുൻ. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ആകെ ഒരു 50 അല്ലെ 50ന്റെ താഴെയൊക്കെ അല്ലു അർജുൻ സിനിമ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഞാൻ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ സിനിമയും അതിൽ കണ്ടിട്ടുണ്ട്. ആര്യ, ഹാപ്പി, ഹീറോ, പിന്നെ അതേപോലെ കൃഷ്ണ, പിന്നെ ഈ സിംഹക്കുട്ടി, ബണ്ണി, പിന്നെ ഈ അങ്ങ് വൈകുണ്ഠപുരത്ത് DJ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സിനിമാസ് ഉണ്ട്. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര അല്ലു അർജുൻ ഫാനാണ്. അല്ലു അർജുന്റെ ഇതേമാതിരിയാ. അല്ലു അർജുന്റെ എന്റെ ഫ്രണ്ട് തെൻവീറും ഇതേപോലെ അല്ലു അർജുന്റെ കട്ട ഫാനാ. ഞാൻ കട്ട ഫാനല്ല, പക്ഷെ ഞാൻ വിജയനെ അഡ്മയർ ചെയ്യുന്ന രീതിയിൽ. അതെ, അല്ലു അർജുനും ഇതേപോലെ. അല്ലു അർജുന്റെ ആക്ടിങ് ഒന്നും വലിയൊരു അടിപൊളിയൊന്നല്ല. അല്ലു അർജുൻ ആകെ ബെസ്റ്റ് എന്ന് കാണാവുന്ന അല്ലു അർജുന്റെ ഡാൻസ്, അത് അല്ലു അർജുൻ ടോപ്പ് ലീഗിലാ. ബാക്കി ഒക്കെ അങ്ങനെ ഒരു ഇതാ. പക്ഷെ അല്ലു അർജുന്റെ സിനിമകൾ അതേപോലെ അല്ലു അർജുൻ ചെയ്ത കഥകളാണെങ്കിലും ഒക്കെ ഓരോ ക്ലീഷേ കഥകളായിരിക്കും. റൊമാൻറ്റിക് ഇത്, പിന്നെ ഇവരെ വീട്ടുകാരായിട്ട് ഫൈറ്റ്, അത് ഹീറോ വില്ലൻ. ഓർമ്മയുണ്ട്, ഞാൻ കാനഡയ്ക്ക് വന്നപ്പോൾ ഞാൻ തെൻവീർ, എൻ്റെ ഫ്രണ്ടായ തെൻവീറിനെ ഞാൻ പരിചയപ്പെട്ടുള്ളൂ. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം ഉണ്ട്, ഞാൻ വാട്സാപ്പിൽ സ്റ്റേറ്റസ് നോക്കിയപ്പം മറ്റേ സ്നോ ഇല്ലേ, ഫുള്ള് സ്നോ, ബാക്ക് ഫുള്ള് വൈറ്റ്, അതിൽ ഇവന് ഒരു റെഡ് ജാക്കറ്റും റെഡ് പാൻറ്റും റെഡ് ഷൂസും റെഡ് മങ്കി ക്യാപ്പും വെച്ചിട്ട് ഇവ അല്ലു അർജുൻ്റെ ഒരു പാട്ടിനെ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നുണ്ട്. തെൻവീർ. അപ്പൊ എനിക്ക് വാൻ ക്രിഞ്ചായാ തോന്നിയത്. അപ്പൊ ഞാൻ ഇവന് എന്നിട്ട് റിപ്ലൈ കൊടുത്ത് എന്തായി കാട്ടുന്നതെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഇവന് അധികം പരിചയമല്ല. അപ്പൊ ഇവ വന്നിട്ട് തെൻവീർ എന്നിട്ട് എനിക്ക് വൺ സീരിയസ് ആയിട്ടുള്ള വോയിസ് റിപ്ലൈ അയച്ചു. ഞാൻ പ്ലേ നോക്കിയപ്പോൾ എടാ ഇത് അല്ലു അർജുൻ്റെ ഈ സിനിമയിലെ ഡാൻസാണ്. നീ ഈ സ്റ്റെപ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ അല്ലു അർജുനും ആ സിനിമയിൽ ഈ സെയിം ഡാൻസ് ആണ് കളിക്കുന്നത്, ഈ സെയിം സ്റ്റെപ്സ് ആണ് കളിക്കുന്നത്. ഇപ്പൊ ഫുൾ സീരിയസ്. ഞാൻ പറഞ്ഞു ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഡാൻസ് കൊള്ളാം വിട്ട്. പക്ഷെ ഇവര് അതായത് അല്ലു അർജുന്റെ അതേ സ്റ്റെപ്സ് ആണ് ഇവന് ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. കൊള്ളാം. അല്ലു അർജുന് ഞാൻ ശ്രദ്ധിച്ച എന്താന്ന് വെച്ചാൽ അല്ലു അർജുന് റെക്കഗ്നിഷനൊക്കെ, അതായത് ഒരു ഓൾ ഇന്ത്യ ഫിലിം ലെവലിലൊക്കെ ഒരു റെക്കഗ്നിഷൻ കിട്ടാൻ തുടങ്ങിയത് വളരെ വൈകിട്ടാണ്. പക്ഷെ പറയുമ്പോൾ ഈ പാൻ ഇന്ത്യൻ മൂവീസൊക്കെ ചെയ്യണേന് മുന്നേ അല്ലു അർജുന് ആ ഒരു ലീഗ് തുടങ്ങി വെച്ചിട്ടുണ്ട്. അല്ലു അർജുൻ തുടങ്ങി വെച്ചതല്ല, അല്ലു അർജുന്റെ സിനിമ ഇതേപോലെ ഓരോ പ്രൊഡക്ഷൻ പീപ്പിള് മേടിക്കും, ഡബ് ചെയ്യും, റിലീസ് ചെയ്യും. പിന്നെ വേറൊരു സംഭവം എന്താന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ഈ ഡബ്ഡ് മൂവീസിലെ മലയാളം സോങ്സ് വരെ ഭയങ്കര രസമായിരുന്നു കേൾക്കാന്. ഈ ഹാപ്പിയിലൊക്കെ മലയാളം പാട്ടെടുത്ത് കേട്ടോക്ക് അടിപൊളി പാട്ടുകളാണ്. അതും അന്നൊക്കെ വിജയ് യേശുദാസ്, ആര്യാറ്റൂലെ സോങ്സ് ഒക്കെ ഓർമ്മയുണ്ട്. മലയാളം ഡബ് ആര്യാറ്റൂലെ സോങ് അടിപൊളിയല്ലേ? ആര്യാറ്റൂലെ സോങ് അടിപൊളിയാണ്, അതിന്റെ താഴെക്കൊക്കെ അടിപൊളിയാണ് കേട്ടോക്കെ. നിങ്ങള് അല്ലു അർജുന്റെ മൂവീസും സോങ്സ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ മലയാളത്തിലെ ജിസ് ജോയ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് അല്ലു അർജുന്റെ ഡബിങ് ഒക്കെ ചെയ്തത്. അതൊക്കെ ഞാൻ വളരെ വൈകിയായിട്ട് അറിഞ്ഞത്. കാരണം ഞാന് തെലുങ്കുല് മൂവി കാണാൻ തുടങ്ങിയപ്പോ എന്റെ സൗണ്ട് കേട്ടിട്ട് ഡൈജസ്റ്റ് ആവണില്ല. ഇത് ആരെ വരെ ഡബ് ചെയ്ത അങ്ങനെയൊക്കെ തോന്നിയ, ആരെ വരെ തെലുങ്കുല് ഡബ് ചെയ്തത്, ഇത് വരെ ഇവന്റെ സൗണ്ട് എങ്ങനെയായിട്ട് ഡൈജസ്റ്റ് ആവണില്ല. അങ്ങനെ ഞാൻ അങ്ങനെ വണ്ടി പോകുമ്പോ ആലോചിച്ചതാ. അതേപോലെ ഞാൻ വണ്ടി പോകുമ്പോ ആലോചിച്ചൊരു സംഭവമാണ് CID മൂസ സിനിമയിലെ പാട്ടുണ്ട് മേനെ പ്യാർ കിയ. അതിന്റെ ലിറിക്സ് എഴുതിയത് നാദിർഷയാണ്. പക്ഷെ എന്തൊരു ബ്രില്യന്റ് ആയിട്ടാണ് ലിറിക്സ് എഴുതിയത്. കാരണം അതെ, എത്രയോ ഹിന്ദി സിനിമകള് കൂട്ടിയിട്ടാണ് ഈ പാട്ടുണ്ടാക്കിയത്. എത്രയോ ഹിന്ദി സിനിമകളെ പേര് കൂട്ടിയിട്ട് ആർക്കും പാട്ടുണ്ടാക്കാം. പക്ഷെ ആ കൂട്ടിയ പേരുകൾക്ക്
ഉണ്ടാവുന്ന രീതിയിൽ അത് ഓരോ ഓർത്തിണക്കാന്ന് വെച്ചാല് വരികൾക്കും അർത്ഥമുണ്ട്. അതെ, മേനെ പ്യാർ കിയ സിനിമന്റെ പേരാ. അതായത് ഞാൻ നിന്നെ സ്നേഹിച്ചു. പ്യാർ കിയാത്തോ ഡർന കിയ സിനിമന്റെ പേരാ. സ്നേഹിച്ച പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം. അക്കേലെ ഹം അക്കേലെ തും സിനിമന്റെ പേരാ. ഞാൻ ഒറ്റക്ക് നീ ഒറ്റക്ക്. കബി ഖുഷി കബി ഗം സിനിമന്റെ പേരാ. ചിലപ്പം സന്തോഷം, ചിലപ്പം ദുഃഖം. കുച്ചു കുച്ചു കെഹനാ ഹെ സിനിമന്റെ പേര്. എന്തെങ്കിലൊക്കെ പറയാനുണ്ടോ? കുച്ചു കുച്ചു ഹോത്താ ഹെ. എനിക്ക് എന്തൊക്കെ തോന്നുന്നു. എങ്ങനെ ഇത് എഴുതി വെച്ചത് ഉപ്പര്? അതെ, സംഭവം ശരിയാണ്, എല്ലാ മൂവി ടൈറ്റിൽസ്. പക്ഷെ എങ്ങനെ ഇത് കറക്റ്റ് അറേഞ്ച്, അതായത് ആ ത്രൂ ഔട്ട് ദ സോങ് അതിന്റെ ലിറിക്സ് ഒക്കെ ദേ മേക്ക് സെൻസ്. എല്ലാത്തിനും അതിന്റെ ആ ഒരു കറക്റ്റ് മീനിങ്. ഫുള്ള് സിനിമയുടെ ടൈറ്റിൽസ് വെച്ച് ഉണ്ടാക്കിയത്, വേറെ ഫിൽ വേർഡ്സ് ഒന്നും. അതെ, ഞാന് വർക്കിന് പോകുമ്പോ എന്റെ കൂടെ വരുന്ന ഒരു മുംബൈയിലൊരു പയ്യനുണ്ട്. അപ്പം സാധാരണ നമ്മള് മലയാളം പാട്ടിടും, തമിഴ് പാട്ടിടും. ഇവൻ തമിഴില് മറ്റേ മാരിയിലെ ഡോൺ ഡോൺ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കിട്ടിട്ടാ പോലെ. അങ്ങനെ ഒരു ദിവസം ഞാന് ഈ പാട്ട്, ഇത് ഫുൾ ഹിന്ദി ആണല്ലോ, അപ്പൊ അവർക്ക് മനസ്സിലാവല്ലോ. അതില് ഇവന് കുറച്ച് കേട്ടപ്പോ തന്നെ മനസ്സിലായി ഇത് ഫുൾ സിനിമ പേരാണ്. എന്നിട്ട് ഇത് ഏതാ പാട്ട് അതില് ഞാന് യു ആസ്ക്ഡ് എ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. അതെ, കേട്ട് ഞാൻ അവര് പറഞ്ഞെടുത്ത് ഇങ്ങനെ ഒരു സിനിമയില് ഇതാണ് സിറ്റുവേഷൻ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനില് ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയാണ് ഈ പാട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിരുന്നു. കൊള്ളാം. അതെ, നിങ്ങൾ ഈ എപ്പിസോഡ് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചേഞ്ചും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷെ ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇതെന്താ ടോട്ടലി ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ആയില്ല. പണ്ടത്തെ നമ്മളെന്താ ടൈം ട്രാവൽ ചെയ്തോ? ഞാൻ പിന്നെ നിങ്ങൾക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവണ്ടായിരിച്ചിട്ട് ആ സെയിം ടീഷർട്ട് എടുത്തിട്ട് ഞാൻ ടോട്ടലി ഡിഫറെന്റ് ഔട്ട്ഫിറ്റ്, കുറച്ച് താടിയൊക്കെ വളർന്നു, മുടിയൊക്കെ വെട്ടി അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് സിമിറ നിനക്ക് പറയണോ? അതെ, ഞാൻ പറയാം. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യില്ല, ഞങ്ങൾ ഈ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുമ്പോ ഞങ്ങൾ എല്ലാ ഫോണും എയർപ്ലെയിൻ മോഡിലിടും. കാരണം നമ്മള് റെക്കോർഡ്, ഞാൻ പറയാം, ഞങ്ങള് പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുമ്പോ സെമീർ എപ്പോഴും പറയാറുണ്ട് അവിടെ ഫോണ് എയർപ്ലെയിൻ മോഡിലിട്, എന്നാലേ എന്തെങ്കിലും കോളൊക്കെ വന്ന് ഡിസ്റ്റർബൻസ് ഇല്ലാതിരിക്കുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എല്ലാ പ്രാവശ്യം വർക്കിൽ നമ്മള് സീരിയസ് ആണ്. അതെ, പ്രൊഫഷണലിസം. അപ്പൊ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ ഫോണ് എയർപ്ലെയിൻ മോഡിൽ ഇടാറില്ല. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും എമർജൻസി കോൾ വന്നാലോ എനിക്ക് കുറെ ഉത്തരവാദിത്വങ്ങളും റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഒരിക്കലും ഇടാറില്ല. പക്ഷെ അതായത് ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് സമീർ എന്നോട് പറഞ്ഞേ അവിടെ എയർപ്ലെയിൻ മോഡിലിട് എന്റെ മുന്നിന്ന്. അപ്പൊ ഞാനിങ്ങനെ ഞാൻ ടൊറോണ്ടോയിലേക്ക് മൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കുറവാണ്. ആകെ ഉള്ളത് സെഹീനാണ്. സെഹീൻ ക്യാൻ ടേക്ക് കെയർ ഓഫ് ഹിംസെൽഫ്. അവൻ വർക്കിലാണ്. എൻ്റെ ആവശ്യം ഇന്നത്തെ ദിവസം ഇല്ല, വർക്കില് ഷോപ്പിൽ ആവശ്യമില്ല. അപ്പൊ ഞാൻ ഓക്കെ, സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ ഞാൻ എയർപ്ലെയിൻ മോഡ് ഞെക്കി. അപ്പൊ സെമീർ പറഞ്ഞേ പക്ഷെ എന്നാലും എനിക്കൊരു ലൂപ്പ് ഹോൾ ഉണ്ടായിരുന്നു. എന്റെ ഫോണില് വൈഫൈ കോളിംഗ് ഉണ്ട്. അപ്പൊ വൈഫൈയില് കണക്ട് ആയാല് കോൾ എന്നാലും വരും. അപ്പൊ സെമീർ പറഞ്ഞേ വൈഫൈ ഓഫ് ആക്കി. അപ്പൊ ഞാനിങ്ങനെ വൈഫൈ ഓഫ് ആക്കണോ? കാരണം അത്രയും കാര്യങ്ങൾ നമ്മൾ ഫോണിൽ ഓഫ് ആക്കിയാൽ അത്രയും നേരം ചാർജ് നിൽക്കും. ആ ഒരു കൺസേൺ കൊണ്ടാണ് ഞാൻ പറഞ്ഞത് വൈഫൈ ഓഫ് ആക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ വൈഫൈ ഒക്കെ ഓഫ് ആക്കണം. പിന്നെ എന്തിനാ എയർപ്ലെയിൻ മോഡിൽ ഇടുന്നതെന്നൊക്കെ വിളിച്ചു എന്നോട് സെമീർ. അപ്പൊ ഞാൻ ഓക്കെ വൈഫൈ ഓഫ് ആക്കി. അങ്ങനെ ഞങ്ങൾ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി. പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്ത് ഞങ്ങള് ഒരു എപ്പിസോഡ് റെക്കോർഡ് ചെയ്തു, രണ്ടാമത്തെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്തു, മൂന്നാമത്തെ എപ്പിസോഡിന്റെ പകുതി എത്തി. അപ്പൊ നിങ്ങൾ ആലോചിക്കും 3 എപ്പിസോഡൊക്കെ ഒരുമിച്ച് റെക്കോർഡ് ചെയ്യാനുള്ള ചാർജ് ഒക്കെ ഉണ്ടോ? ഞങ്ങൾ ഫോൺ വരെ ചാർജിനൊക്കെ ഇട്ടിട്ടാണ് റെക്കോർഡിങ് നടക്കണേ. അങ്ങനെ മൂന്നാമത്തെ എപ്പിസോഡ് പകുതി എത്തിയപ്പോ പെട്ടെന്ന് ജയാന്റെ ഫോണിൽ റെക്കോർഡിങ് സ്റ്റോപ്പായി. അപ്പം സ്റ്റോറേജ് ഫുള്ളായി. അപ്പൊ നമ്മൾ സാധാരണ സ്റ്റോറേജ് ഫുള്ളാവുമ്പോ നമ്മളെ ഫോണിൽ എടുത്ത ആ വീഡിയോ നേരെ നമ്മളെ ലാപ്പിക്ക് എയർ ഡ്രോപ്പ് ചെയ്യും, മാക്ക്. എന്നിട്ട് എയർ ഡ്രോപ്പ് ചെയ്തിട്ട് അതിന് ഡിലീറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യാറ്. അപ്പൊ എയർ ഡ്രോപ്പ് ചെയ്യുമ്പോ എന്തായാലും ബ്ലൂടൂത്ത് ഓൺ ആക്കണമെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ഓൺ ആക്കണം. അതെ, അപ്പൊ ഞാൻ എന്താ എയർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ബ്ലൂടൂത്തും വൈഫൈ ഒക്കെ ഓൺ ആക്കിയപ്പോണ്ട് എനിക്ക് കുറേ മിസ് കോള് സെഹീൻ്റെ അടുത്തുനിന്ന്, കുറേ വോയിസ് മെയിൽ സെഹീൻ്റെ അടുത്തുനിന്ന് വാട്സാപ്പിൽ കുറേ കോള്, അതുപോലെ തന്നെ സെഹീൻ്റെ മെസ്സേജ് വാട്സാപ്പിൽ നീ എവിടെയാന്ന് വെച്ചിട്ട്
ഞാൻ ആകെതായി. ഞാൻ ഇമ്മീഡിയറ്റ്ലി ഫോൺ എടുത്ത് സഹീനെ വിളിച്ചു. സമയം രാത്രി 9:30. അതെ, ഇവൻ 7 മണിക്ക് തുടങ്ങി വിളിക്കാൻ വൈകുന്നേരം. നിങ്ങളൊക്കെ എന്ത് കാണിക്കാതെ ചോദിച്ചിട്ട് സഹീനോട് ചൂടായി. ഞാൻ ആദ്യമായിട്ടാ ചൂടാവിടെ കേൾക്കണേ. ഞാൻ 7 മണി മുതൽ നിങ്ങളെ വിളിക്കുന്നുണ്ട്, നിന്നെ കിട്ടുന്നില്ല, സെമീറിനും കിട്ടുന്നില്ല. ഞാനാണ് ബാക്കിൽ കേൾക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് പറ്റി? അപ്പൊ സെയിം പറയാ, കടയില് വൻ തിരക്ക്, വിചാരിച്ചതിനെ ഒരാളെ കൊണ്ട് പറ്റണില്ല അവിടുത്തെ കാര്യങ്ങൾ, ഈ വേഗം വാന്ന് പറഞ്ഞേ. പക്ഷെ ഞങ്ങൾക്ക് വേഗം ഇറങ്ങി പോകാനും പറ്റൂല. കാരണം എന്താന്ന് വെച്ചാല് ഞാനിപ്പം ആ സ്ഥലത്ത് നിന്ന് മാറി. പക്ഷെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ടൊറന്റോയിൽ ഒരു അപ്പാർട്ട്മെന്റിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ അപ്പാർട്ട്മെന്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന കാര്യം അപ്പാർട്ട്മെന്റിൽ നിൽക്കുന്ന അപ്പാർട്ട്മെന്റിന്റെ ഓണറിനെ അറിയില്ല. അപ്പൊ അദ്ദേഹം അവിടെ ഉണ്ടാവാറില്ല. അദ്ദേഹം പോകുമ്പോ അപ്പാർട്ട്മെന്റ് അതേപോലെ ഉണ്ട്, തിരിച്ചു വരുമ്പോ അതിന്റെ ഇടയിൽ ഞങ്ങൾ ഇങ്ങനെ സോഫ ഒക്കെ റീഅറേഞ്ച് ഒക്കെ ചെയ്ത് പോഡ്കാസ്റ്റിന് നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ സഹീം പറയുമ്പോ നമുക്ക് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി ഓടാനൊന്നും പറ്റൂല. അപ്പൊ സോഫ ഒക്കെ എടുത്ത് അതിന്റെ പൊസിഷനിൽ വെച്ച് ഞങ്ങളാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന്റെ മുമ്പ് റൂമൊക്കെ ഒന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് വെച്ച് എങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ എന്നിട്ട് വേഗം അത് വെച്ച് ഞാൻ എന്നിട്ട് വേഗം കാറ് കയറിപ്പോയി. അപ്പൊ സെമീർ പറയാം, ഞാൻ പതുക്കെ വന്നോളാം. അപ്പൊ ഞാൻ ശരി എന്നാ ഞാൻ അങ്ങനെ പോയി. ഞാൻ അങ്ങനെ മനസ്സിൽ എനിക്കാണെങ്കിൽ ഞാനും സഹീനും തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് എന്താന്ന് വെച്ചാല്, സഹീൻക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമൊന്നും ഞാൻ ചെയ്യില്ല, എനിക്കിഷ്ടപ്പെടാത്ത കാര്യമൊന്നും സഹീനും ചെയ്യില്ല എന്നാണ് നമ്മൾ തമ്മിലുള്ള ഒരു അഗ്രിമെന്റ്. അപ്പൊ എനിക്ക് മനസ്സിൽ ഭയങ്കര ഫീലിംഗ് ആയിരുന്നു വണ്ടി ഓടിച്ചപ്പോ, ഐ ഡിസപ്പോയിന്റഡ് സഹീൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് എങ്ങനെ ലോളിപോപ്പിലെ ബ്രദറും സിസ്റ്ററും നീ ആലോചിക്കുന്ന ചക്കര ഞാൻ ആലോചിക്കുന്ന ചക്കര നീ കെട്ടിയാ മതി, ഞാൻ ആലോചിക്കുന്ന പെണ്ണിനെ നീയും കെട്ടണം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എനിക്ക് എങ്ങനെയെങ്കിലും അത് കടയിലേക്ക് പെട്ടെന്ന് എത്തണം എന്നാണ് ഇത് എൻ്റെ ആവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ കടയിലെത്തിയ ഉടനെ ഞാൻ വേഗം എന്തൊക്കെ ഓർഡേഴ്സ് ഉള്ളത്, അതായത് മറ്റേതൊക്കെ അങ്ങോട്ട് വേഗം ഇതാക്കാതെ വേഗം എന്തൊക്കെ ഓർഡേഴ്സ് ഉള്ളത്, അങ്ങനെ ഞാൻ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് തിരക്കൊക്കെ ഒന്ന് ഒഴിവായപ്പം ആശാനെത്തി, സെമീർ. അപ്പൊ നമ്മൾ വിചാരിക്കും സെഹീൻ ഇത്ര ചൂടിലായിരുന്നു, അപ്പോൾ നമ്മൾ കേറിയിട്ടൊരു നൈസായിട്ട് നിൽക്കാം, അറ്റ്ലീസ്റ്റ് ഒരു ഗിൽറ്റി ആയ പോലെ അഭിനയിക്കെങ്കിലും അത് ചെയ്യാന്ന്. സെമീർ കേറി വന്ന എങ്ങനെ അറിയോ, ഇങ്ങനെ ഡോറുമ കയ്യൊക്കെ വെച്ചിട്ട് വാട്സ്ആപ്പ് ബോയ്സ്. സത്യം പറയാം, ഞാൻ ഇതൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുമ്പോ ഞാനിങ്ങനെ മനസ്സിൽ ഇവനൊരു സീറോ സോഷ്യൽ അവയർനെസ് എന്നുള്ള പോലെയാണ് ഇവൻ അന്നേരം. ഞാനിങ്ങനെ ക്രേപ്പ് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യോ അങ്ങനെ എന്തോ ആണ്. ഞാൻ ഇവന് വാട്സ്ആപ്പ് ബോയ്സ് ഒന്നും അറിയാതെ കയറി ചെല്ലുമ്പോ ഇവിടെ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞ് റഷറൊക്കെ കഴിഞ്ഞാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ സുരയുടെ എപ്പിസോഡ് കട്ട് ചെയ്തത്. അപ്പൊ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ ആ ഒരു ഗ്യാപ്പില്, ആ ഒരു വിടവില് നമ്മൾ DJ ശേഖറിനെ ഇന്റർവ്യൂ ചെയ്തു. അതെ. അപ്പൊ നിന്റെ ഒരു അഭിപ്രായത്തില് DJ ശേഖറിനെ ഇന്റർവ്യൂ ചെയ്ത എക്സ്പീരിയൻസ് എന്തായിരുന്നു? എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. കാരണം ഞാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അതിന്. കാരണം ഇവര് വരുന്നൊരു ഇവന്റ് മാനേജ്മെന്റ് ഉണ്ടാവും. നമ്മൾ ആ എപ്പിസോഡിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇസനാഗ് ഇവന്റ്സ് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് ഇവരെ മെസ്സേജ് അയച്ച് ഇവരിലൊരാളെ കോണ്ടാക്ട് ചെയ്തു. അതും കോമഡി എന്താ വെച്ചാല്, നമ്മൾ മെസ്സേജ് അയച്ചു, ഇങ്ങനെ നമ്മളൊരു മലയാളം പോഡ്കാസ്റ്റ് ആണ്, ഇത്ര ഗസ്റ്റിന്റെ കൂടെ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ഫീൽഡിൽ നിന്ന് തന്നെ തിരുമാലി, അശ്വിൻ ഭാസ്കർ, ഹംബിൾ മ്യൂസീഷ്യൻ, ഇവരെ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ടാണ് നമ്മൾ ക്യാൻവാസ് ചെയ്യണേ. അപ്പൊ ഈ ചങ്ങായി പറഞ്ഞ്, ഈ മാത്യു എന്ന് അവന്റെ പേര്, അവൻ പറഞ്ഞ് ഞാൻ ഏതായാലും നിങ്ങളെ വിളിക്കാറിഞ്ഞിട്ട് വരുന്ന കോൾ ചെയ്ത് നമ്മൾ സംസാരിച്ചപ്പോ അവൻക്ക് നമ്മളെ പോഡ്കാസ്റ്റ് ഓൾറെഡി അറിയാം. അവൻ ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങളെ റീലൊക്കെ ഞാൻ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ അൻസൽ, അതായത് സയാന്റെ കസിൻ അൻസലും ഇവനും ചെന്നൈയിൽ ഭയങ്കര ബന്ധമായിരുന്നു, ഇവനെ ജോസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പം പെട്ടെന്ന് നമുക്ക് ആ ഒരു ഇൻസ്റ്റന്റ് കണക്ഷൻ വന്ന്. പിന്നെ മൂപ്പരോടൊക്കെ സംസാരിച്ച് ഇതാക്കി ഇവരെ ഡേറ്റ് ഒക്കെ കോർഡിനേറ്റ് ചെയ്ത്, ഇവര് ഈ മാത്യു ഇവരായിട്ട് കോർഡിനേറ്റ് ചെയ്യും, മാത്യു എന്നായിട്ട് കോർഡിനേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ അവസാനം ഫൈനലി ഹാപ്പൻഡ്. ഞങ്ങൾ വിചാരിച്ച് ചിലപ്പോൾ നടക്കലുണ്ടാവില്ല. ഈ ഒരു ഫീൽഡ്, ഈ ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയില്
ഭയങ്കര empty promises-ഉം ഭയങ്കരമായിട്ട് ഗോസ്റ്റിംഗ് ഉള്ള ഒരു ഫീൽഡാണ്. അപ്പൊ ഞാൻ സെമീറിനോട് ഇങ്ങനെ പറയുന്നു, ഈ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഞാൻ ഈ ഇന്റർവ്യൂ നടക്കുന്നുണ്ട് എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുള്ളൂ. അതുവരെ ഞാൻ എൻ്റെ ഹോപ്സ് വെക്കില്ല. കാരണം ഇതേപോലെ ഏത് നിമിഷം ഇത് ഫോളോ ഓഫ് ചെയ്യാം. അവർ ചിലപ്പം ഈ ദിവസം ഈ സമയം നമുക്ക് എന്തായാലും ചെയ്യാന്ന് പറയും, പക്ഷെ ആ സമയം വരുമ്പോൾ നടക്കില്ല. അങ്ങനൊക്കെ സംഭവിക്കാന്ന്. പിന്നെ ഏറ്റവും കോമഡി എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ എത്തി, ആദ്യം DJ ശേഖറിനെ മീറ്റ് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് സംസാരിച്ച്, പിന്നെ നമ്മൾ ഇവരെ Airbnb-യിലായിരുന്നു ഇവർ നിന്നിരുന്നത്. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ അവിടെയും ഇതേപോലെ ഇവരെ മുന്നിൽ നമ്മൾ സോഫ ഇങ്ങനെയൊക്കെ വെക്കണം, നമുക്ക് റീഅറേഞ്ച് ചെയ്യണതിന് പ്രശ്നം എന്ന് വെച്ചാൽ അപ്പോൾ ഒരു ആ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ റീഅറേഞ്ച് ചെയ്യുമ്പോഴും ഈ ക്യാമറ സെറ്റ് ചെയ്യുമ്പോഴൊക്കെ DJ ശേഖർ ഒരു സൈഡിൽ ഇങ്ങനെ സീരിയസ് ആയി നിന്നാണ്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിൽ പഠിച്ചാൽ ഒരു മുഖത്തൊരു ചിരിയും കൂടി ഇല്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് നമ്മളെ ഈ ഒരു അൺപ്രൊഫഷണലിസം, അതായത് ഞാൻ ഒന്ന് സാധാരണ ഇങ്ങനൊക്കെ ഇവന്റ് ഒക്കെ നടക്കുമ്പോൾ ഹോസ്റ്റ് ആയിട്ട് ഞാനും സെമീറും ഉണ്ടെങ്കിൽ നമുക്ക് ക്രൂ ഒക്കെ ഉണ്ടാകും, ഫുള്ള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ. ഈ ഹോസ്റ്റുമാര് ചിലപ്പോ ഈ ഗസ്റ്റിന്റെ കൂടെ ഇങ്ങനെ സ്മോൾ ടോക്സ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കംഫർട്ടബിൾ ആവുമ്പോഴായിരിക്കും ക്രൂ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളെ ക്രൂവും ഹോസ്റ്റും പ്രൊഡ്യൂസറും തന്നെയാണ്. ആകെ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് ഏഞ്ചലാണ്. ഏഞ്ചലിന് ഇതില് വലിയ വകതിരിവൊന്നുമില്ല. ഏഞ്ചല് 2.5 മണിക്കൂർ ട്രെയിനൊക്കെ പിടിച്ചിട്ടാണ് വന്നത് ഇത് DJ ശേഖറിനൊക്കെ ഒന്ന് കാണാന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ ഞങ്ങൾ തന്നെ ഇത് സെറ്റ് ചെയ്യാ. പിന്നെ ഞങ്ങള് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞങ്ങൾ ഐഫോണിലാണ്. അപ്പൊ ഞാനിങ്ങനെ ഇതൊന്നും DJ ശേഖറിന് ഇഷ്ടപ്പെട്ടില്ലേ. കാരണം എന്താന്ന് വെച്ചാല് സാധാരണ ഇങ്ങനത്തെ ഷൂട്ടൊക്കെ ഉണ്ടാകുമ്പോ ഒന്നെങ്കിൽ DSLR മിനിമം, അല്ലെങ്കിൽ ഹൈ എൻഡ് ക്യാമറാസ് ഒക്കെ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഷോസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുക. വലിയ സ്റ്റുഡിയോ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഐഫോൺ ആയതുകൊണ്ട് DSLR ആണെങ്കിൽ നല്ല ലൈറ്റ് കൊടുത്താലേ ഒരു നല്ലൊരു ലൈറ്റിംഗ് ഉണ്ടാകുള്ളൂ വീഡിയോയില്, ക്ലാരിറ്റിയും കാര്യങ്ങളും. പക്ഷെ ഐഫോൺ ആകുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ലൈറ്റിംഗ് അത്ര അടിപൊളി അല്ലെങ്കിലും വീഡിയോയിൽ നല്ല ക്വാളിറ്റി ഉണ്ടാകും. ഹൈ ടൈം ആപ്പിൾ ഷുഡ് സ്പോൺസർ us മാക്ബുക്ക് 3 ഐഫോൺ. അപ്പൊ നമ്മളോട് DJ ശേഖർ ചോദിച്ചു, ആ ഐഫോൺ വെച്ചാണോ വീഡിയോ എടുക്കുന്നത്, നിങ്ങൾ ചെയ്യാറെന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്യാറ്. അത് മാത്രല്ല ആപ്പിൾ അവരുടെ കീനോട്ട് ഇവന്റ്സ്, അവരുടെ അനൗൺസ്മെന്റ്, അവർ ഐഫോൺ അനൗൺസ് ഒക്കെ ചെയ്യുന്ന ഇവന്റ്സ് ഒക്കെ ഇപ്പം ഫുള്ള് ഷോർട്ട് ഓൺ ഐഫോൺ എന്നാണ്. എന്റെ ഐഫോൺ വെച്ചിട്ട് തന്നെ അവര് പോലും ചെയ്യാറെന്ന് പറഞ്ഞു ഞാൻ. അവര് കുറെ അഡീഷണൽ ഹാർഡ്വെയർ എക്വിപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഐഫോൺ പറയുന്നത് ഇവര് പോഡ്കാസ്റ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സിന് അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് ഇവര് സെറ്റ് ചെയ്യുന്നത്. കാരണം ഇവര് പറയുന്നത് ഡയറക്ടർ മോഡ് എന്നാണ്. അതായത് ഇപ്പം ഒരു 3 ഐഫോൺ ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഇപ്പൊ ഉള്ള പോലെ ഈ 3 ഡിവൈസ് നമുക്ക് ഐപാഡിലോ ഇതിലൊക്കെ കണക്ട് ചെയ്താല് അറ്റ് ദ സെയിം ടൈം സൈമൾട്ടേനിയസ് ആയിട്ട് ഈ 3 ക്യാമറന്റെ ഫങ്ഷൻസ് അല്ലെ വീഡിയോ വരുന്നൊക്കെ നമുക്ക് നമ്മളെ ഐപാഡിലും ഇതിലും കാണാം. അതായത് ഇപ്പൊ നമ്മൾ ഈ ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവർ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ ഡയറക്ടറി TV-യിൽ അത് മൊത്തം കാണുന്നുണ്ടാവും, എങ്ങനെയാണ് ഈ ഷോട്ട് വരുന്നതെന്നൊക്കെ. അതേപോലെ ഒരു ഐഫോണും അല്ലെങ്കിൽ ആപ്പിൾ പ്രൊഡക്ട്സ് ഉണ്ടായാല് ഇവർക്ക് ഇത് ഫുള്ള് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ ഐഫോണ് കൊള്ളാം. ലൈക് ക്രിയേറ്റേഴ്സിന് വെച്ച് നോക്കുമ്പോ അടിപൊളിയാണ്. പക്ഷെ ആൻഡ്രോയിഡ് ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോ എനിക്ക് പല സ്ഥലത്തും കുറെ പോയത്തരങ്ങളൊക്കെ തോന്നാറുണ്ട്. ഭയങ്കര ഡിലേ ആണ് ഇവര് ഫീച്ചേഴ്സ് കൊണ്ടുവരാന്. അപ്പോ ഞങ്ങൾ ഈ DJ ശേഖറിന്റെ കൂടെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഐഫോണിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇടക്ക് വല്ലപ്പോഴും പറ്റുന്നൊരു ഇഷ്യൂ ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ സൂം ക്യാമറ യൂസ് ചെയ്യുന്നെങ്കിൽ ആപ്പിള് ലൈറ്റിംഗ് കുറവായതുകൊണ്ട് സൂം ക്യാമറയിൽ അത്ര വെളിച്ചം ഗ്രാസ്പ് ചെയ്യാൻ കാണില്ല എന്ന് വെച്ചിട്ട് അവർ മെയിൻ ക്യാമറ കൊണ്ട് സൂം ചെയ്തെടുക്കും. ഇതൊക്കെ ഭയങ്കര ടെക്നിക്കൽ ഡീറ്റെയിൽസ് ആണ്, നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. അതായത് ഇടയ്ക്ക് നമ്മൾ സൂം ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോൾ അത് ഭയങ്കര ഗ്രെയിനി ആയിട്ട് നോയ്സ് ഒക്കെ ഉള്ള പോലെ ഭയങ്കര ക്ലാരിറ്റി കുറഞ്ഞ രീതിയിലാകും. അത് ഇടയ്ക്ക് വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾ അപ്പോൾ തന്നെ ഓഫ് ആക്കിയിട്ട് പിന്നെ ഓൺ ആക്കിയാൽ റെഡി ആകും. ജസ്റ്റ് ഒരു ടാപ്പ് കൊടുത്താൽ അതൊന്ന് ഫോക്കസ് ചെയ്തിട്ട് കണ്ണൊക്കെ ഒന്ന് ഇങ്ങനെ തിരുമ്പിട്ട് ഫോക്കസ് ചെയ്യും. പക്ഷെ ഞങ്ങൾ DJ ശേഖറിന്റെ കൂടെ റെക്കോർഡ് ചെയ്ത എപ്പിസോഡിലെ എന്റെ സെമീർ ന്യൂ ഫ്രെയിം നിർഭാഗ്യവശാൽ കറക്റ്റ് ആ ദിവസം തന്നെ അങ്ങനെ ആയിപ്പോയി. എന്നിട്ട് സെമീറിനോട് ഞാൻ ചോദിച്ചു, ഇതെന്താ ഗ്രെയിനിയ? ഞങ്ങൾ ടെസ്റ്റിനൊക്കെ റെക്കോർഡ് ചെയ്തപ്പോ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ സെമീറിനോട് ചോദിച്ചു ആരാ ക്യാമറ ഓൺ ആക്കിയത്? ഞാൻ എടുത്തു നോക്കിയപ്പോ ക്യാമറ ഓൺ ആക്കിയത് ഞാനാണ്. ഒന്നും പറയാൻ വയ്യ, എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമായ. ഇറ്റ് ഹാപ്പൻസ്.
പിന്നെ ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്താന്ന് വെച്ചാല് എപ്പിസോഡ് അങ്ങ് തുടങ്ങിയപ്പോ DJ ശേഖർ നമ്മളോട് ഭയങ്കര ലൂസായി വൻ സംസാരം, പിന്നെ ഫുൾ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും കുറച്ചുകൂടി ലൂസനപ്പ് ആയിണ്, കൺസിഡറിങ് ഹിസ് ഏജ് ഓൾസോ വിത്ത് അസ്. പിള്ളേര് നമ്മള് ചെറിയ പിള്ളേരാണ്, അപ്പം അങ്ങേരുടെ ഒരു പ്രായമൊക്കെ വെച്ച് നോക്കും ചെറിയ കുഞ്ഞ്, നിങ്ങള് ഏർലി 20s അതെ. അപ്പൊ അങ്ങേരുടെ ഒരു പ്രായമൊക്കെ വെച്ച് നോക്കും മൂപ്പര് ശരിക്കും നമ്മളോട് നല്ല വൈബ് ചെക്ക് ആയിട്ടുണ്ട്. സോ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മളെ ഫസ്റ്റ് ഇൻ പേഴ്സൺ പോഡ്കാസ്റ്റ് എപ്പിസോഡ്. അതേപോലെ ഏഞ്ചൽ 2.5 മണിക്കൂർ സബ്വേ ഒക്കെ പിടിച്ചിട്ടാ വന്നത്. അപ്പൊ ഏഞ്ചൽ എന്നോട് പറയുന്നു, നീ ഇത്ര കാലമായിട്ട് സബ്വേയിലൊന്നും കയറിയിട്ടില്ല ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്ര കാനഡയില് ഓൾമോസ്റ്റ് 5 years ആയെങ്കിലും ഞാൻ ഇന്നേ വരെ ഇവിടുത്തെ സബ്വേയില് കയറിയിട്ടില്ല. ഞാനും അതില് അപ്പൊ നിങ്ങൾ സ്പോയിൽഡ് കാറൊക്കെ ഉണ്ട് ഇവനെ അത്. പക്ഷെ ഞാൻ കാനഡയിൽ നിന്ന ഫസ്റ്റ് 3 years എന്റെ കയ്യില് കാറൊന്നും ഇല്ലായിരുന്നു. ഞാൻ കാർ ഉണ്ടായിട്ടൊന്നല്ല പോയത്. പക്ഷെ ഞാൻ എന്താ ചെയ്യാറ് വെച്ചാല്, ആര് ടൊറോണ്ടോ പോവാന്ന് കേട്ടാലോ ചാടിക്കറി ഞാൻ കാറിലങ്ങ് ഇരിക്കും. നാട്ടിലൊക്കെ ചെറിയ പിള്ളേരുണ്ടാവുമല്ലേ ഈ വീട്ടില് മാമന്മാരൊക്കെ പുറത്തിറങ്ങുമ്പോ ഞാനുണ്ട്. ഈ ടൊറോണ്ടോയില് പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ പോവാണ്, പാസ്പോർട്ട് നേരെ പോകുന്നു, കളക്ട് ചെയ്യുന്നു, തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. ഹോസ്പിറ്റലിലാണെങ്കിൽ ബാങ്കിലോട്ടാണെങ്കിൽ ഞാൻ അങ്ങനെ എന്തിന് ടൊറോണ്ടോ പോവാണെങ്കിലും ഞാൻ കൂടെ ചാടി കയറി പോയിരുന്നു. അന്ന് ഞാൻ ലണ്ടനിലായിരുന്നു നിന്നിരുന്നത്. അന്ന് ലണ്ടനിൽ നിന്ന് ടൊറോണ്ടോ പറയുമ്പോ 2.5 മണിക്കൂറാണ്. 2.5 മണിക്കൂർ അങ്ങോട്ട്, 2.5 മണിക്കൂർ ഇങ്ങോട്ട്, 5 മണിക്കൂർ യാത്രയിൽ പോകും. അന്ന് ഒരു പണിയില്ലായിരുന്നു. അതെ. അപ്പൊ ഞാനിങ്ങനെ ഏഞ്ചലിനോട് പറയുന്നു, അന്നത്തെ സയാനും ഇന്നത്തെ സയാനും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. മറ്റേ നീ ഇപ്പൊ അടുത്ത് വിജയ് സേതുപതിന്റെ ഇന്റർവ്യൂല് വിജയ് സേതുപതിനോട് ചോദിക്കുന്നുണ്ട് ഏത് മൊമെന്റ് ഓഫ് ലൈഫാണ് ഏറ്റവും മിസ് ചെയ്യുന്നത്, അങ്ങനെ എന്തോ ചോദിക്കുന്നുണ്ട്. അതില് വിജയ് സേതുപതി പറയുന്നുണ്ട്, ഞാൻ ഒന്നുമല്ലാത്ത ടൈമിൽ പക്ഷെ എനിക്ക് എന്തെങ്കിലും ആവണം എന്നുണ്ട്, പക്ഷെ എനിക്ക് എങ്ങനെ ആവണ്ടെന്ന് അറിയില്ല, ഒരു സ്ട്രെസ് ഇല്ല, ടെൻഷൻ ഇല്ല, ബിസി ഇല്ല, ഫ്രീ ടൈം, ആ ഒരു സമയമാണ് ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നത്. അതേപോലെയായിരുന്നു ആ ടൈമില് എന്റെ ലൈഫ്. അതായത് നമുക്ക് കോളേജ് ഉണ്ട്, വർക്ക് ഉണ്ട്, അത് കഴിഞ്ഞ് വന്നാ നമ്മളെ ഫുൾ ടൈം ഫ്രീ ആയിരുന്നു. അത് ആ സമയത്ത്. പിന്നെ ആ സമയം നമ്മൾ എന്ത് ചെയ്യണം, സിനിമ ആണോ, സീരീസ് ആണോ, പുറത്ത് പോവാ. ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിന് വിളിച്ചാല് ഞാൻ അങ്ങനെ മൈൻഡില് മെന്റൽ ജിംനാസ്റ്റിക്സ് ചെയ്യണം. അതായത് ഇത് അവിടെ പോവാണെങ്കിൽ 4 മണിക്കൂർ ഇന്നത്തെ ദിവസം അങ്ങനെ പോകും, പോഡ്കാസ്റ്റിൽ വർക്ക് ചെയ്യാ ആ സമയം, അല്ലെങ്കിൽ വ്ളോഗ് ക്രിയേറ്റ് ചെയ്യാ, ബിസിനസ് ഉണ്ട്, പിന്നെ ജിമ്മ്, അങ്ങനൊക്കെ ഓരോ ചിന്തകള്. അപ്പൊ ഇപ്പം ഇങ്ങനത്തേനൊന്നും ഇപ്പൊ ഞാനൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എത്രയോ കാൽക്കുലേറ്റ് ചെയ്തിട്ടേ ഒരു ഡിസിഷൻ എടുക്കുള്ളൂ. ഞാൻ ഇപ്പൊ അടുത്ത് ഞാൻ എവിടെയോ ഫുഡ് കഴിക്കാനോ അങ്ങനെ എന്തോ പോയി. അപ്പൊ ഞാനിങ്ങനെ ലാപ്ടോപ്പൊക്കെ തുറന്നു വെച്ചിട്ട് അപ്പോഴത്തേനും നമ്മളെ പോഡ്കാസ്റ്റ് വർക്കും എന്റെ വ്ളോഗിന്റെ വർക്കും കാര്യങ്ങളും ഇതൊക്കെ ഞാൻ ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ അങ്ങനെ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ അടച്ചു വെച്ചിട്ട് ഞാൻ പോകാൻ നേരം ഞാൻ അങ്ങനെ മനസ്സിലാലോചിച്ചു, പണ്ടൊക്കെ ഞാൻ ഈ കഫേസിലൊക്കെ പോകുമ്പോ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ഞാൻ അങ്ങ് ജഡ്ജ് ചെയ്യുമായിരുന്നു. ഞാൻ അങ്ങനെ മനസ്സിലായിരിക്കും, ഇവർക്ക് ഇപ്പൊ എന്താ ഇത്രമാത്രം പണി, ഒരു കഫേയിൽ ഒരു ചായ കുടിക്കാതിരിക്കുമ്പോ പോലും ഇവർക്കൊന്ന് വെറുതെ ഇരിക്കാൻ നേരല്ല, എന്താ ഇവർ ഇത്രമാത്രം പണിയെടുത്ത് മറിക്കുന്നേന്ന്. പിന്നെ ഞാൻ അന്ന് ആ ലാപ്ടോപ്പ് ഇങ്ങനെ മടക്കി വെച്ച് അടച്ചു വെച്ചപ്പോ ഞങ്ങൾ മനസ്സിലായില്ലായിരുന്നു, ഐ ഹാവ് ബിക്കം ദാറ്റ് പേഴ്സൺ. അതെ. പക്ഷെ ഞാൻ ഫുഡ് കഴിക്കുമ്പോ എനിക്ക് എന്തെങ്കിലും ഒരു മലയാളം മൂവി ക്ലിപ്പ് ഇല്ലാതെ കഴിയൂല കേട്ടോ. അതല്ലല്ലോ ഇവിടെ പറയുന്നത്. അല്ല, ഈ ഫുഡ് കഴിക്കാൻ പോയപ്പോ എന്നല്ല പറഞ്ഞേ. ഫുഡ് കഴിക്കാൻ പോയപ്പോ ഞാൻ ലാപ്ടോപ്പ് ഞാൻ തുറന്നു വെച്ചത് തന്നെ ഒരു വീഡിയോ കാണാനല്ല, പോഡ്കാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനോ. അതെ. ഞാന് ഇനിയിപ്പോ അത്ര തിരക്കാണെങ്കിലും ഫുഡ് കഴിക്കുമ്പോ ഞാൻ വല്ല മലയാളം മൂവി ക്ലിപ്പ് എടുത്ത് എപ്പിസോഡൊക്കെ റിവ്യൂ ചെയ്യുന്ന ഞാനല്ലേ. അതെ. ഓക്കെ. അപ്പൊ അത്രയും പറഞ്ഞോണ്ട് നമ്മൾ ഈ എപ്പിസോഡ് എൻഡ് ആണ്. 2 ലൊക്കേഷനിലൊക്കെയാണ് നമ്മൾ ഇപ്പം പോഡ്കാസ്റ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ. സമയം എത്രയാണ്? സമയം നാട്ടിൽ അല്ല ശീലങ്ങളെ സമയം കാനഡയിൽ വൈകുന്നേരം 5:30 മണിയാണ് സമയം, 17:30. ഇനിയിപ്പോ റെയിൽവേ ടൈം ഫോളോ ചെയ്യണവർക്ക്, കാരണം ഞാൻ റെയിൽവേ ടൈമാണ് ഫോളോ ചെയ്യാറ്. പിന്നെ ഏത് കാലം മുതൽ
എത്ര കാലമായി ഞാൻ 11th ഗ്രേഡോ 12th ഗ്രേഡോ മുതൽ റെയിൽവേ ടൈമർ ഫോളോ ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാൽ ഒരു ചെറിയ സ്റ്റോറിയാ. അതായത് എനിക്ക് അലാമ വെക്കുമ്പോള് എപ്പോഴും AM ഉം PM ഉം പറഞ്ഞാ പോരാ. AM ഉം PM ഉം എനിക്ക് എപ്പോഴും മാറും. അപ്പൊ എനിക്ക് തോന്നി 24 hours ക്ലോക്ക് ആയാലും AM-ന്റെയും PM-ന്റെയും ഇഷ്യൂ വരൂലെന്ന്. പിന്നെ ഞാനത് അങ്ങനെ ഗോട്ട് യൂസ് ടു ഇറ്റ് ആയി. പിന്നെ എനിക്ക് തോന്നി ഈ 24 hours ക്ലോക്ക് ഒക്കെ അങ്ങോട്ട് ഫോളോ, അതായത് അതങ്ങോട്ട് തറോ ആയാല് ഒരു ബിൽഡ് ഡിഫറെന്റ് ഫീലാണ്. അതായത് മറ്റുള്ളവരിൽ നിന്ന് നമ്മളൊന്നും ഇങ്ങനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിപ്പം. പിന്നെ വേറൊരു ഹാക്ക് ഉണ്ട്. അതായത് ഇപ്പം ഇനീഷ്യലി നിങ്ങൾക്ക് 24 hours ക്ലോക്ക് ഇപ്പം 17 എന്ന് പറയുമ്പോൾ ഈ 17 എന്ന് പറയുമ്പോൾ ഏതാ ടൈം എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതെ ആഫ്റ്റർ 12 ഏത് നമ്പറാ വരുന്നത്. ഇപ്പൊ 13:25 ടൈം ആണെങ്കിൽ അതിന് 12 കുറച്ചാൽ 1:25 അതാണ് ടൈം. 20:28 ആണെങ്കിൽ 8:28 എന്നാണ് ടൈം. അപ്പം ആ ഒരു 12 കുറച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പെർഫെക്റ്റ് ടൈം കിട്ടും. സോ അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് നിർത്തുന്നു. ടെമ്പറേച്ചർ എനിക്കറിയില്ല, കുറച്ച് ചൂടൊക്കെ ഉണ്ട് പുറത്ത്. നല്ല ചൂടുണ്ട്. എന്റെ AC ആണെങ്കിൽ കാല് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നല്ല ചൂടുണ്ട്. ഒരു 28 degree Celsius ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഉപസംഹരിക്കുകയാണ്. സുഖനിദ്ര, ശുഭനിദ്ര, ഗുഡ് നൈറ്റ്. രണ്ട് എപ്പിസോഡ് എൻഡ് ചെയ്തു. ബൈ യുവർ ഫേവറേറ്റ് ഹോസ്റ്റ് സെമി റോഷൻ സൈനിങ് ഓഫ്. Peace out.